നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. തൃശൂരിൽ കെ മുരളീധരന്റെ തോൽവി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിവെച്ചു. തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. ഇതടക്കമുള്ള വാർത്തകളുണ്ട് വീണയൻ ന്യൂസിൽ. പരിശോധിക്കാം തലക്കെട്ടുകൾ. വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. തൃശൂർ പൂരത്തിന് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പൂരം അലങ്കോലമാക്കിയെന്ന് ആരോപണം. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് സ്ഥലം മാറ്റം. R ഇളങ്കോവൻ പുതിയ കമ്മീഷണർ. അങ്കിത് അശോകനെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി മാറ്റിവെച്ചു. 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. BJP നേതാവ് B ഗോപാലകൃഷ്ണൻ, തൃശൂർ സ്വദേശി P സുധാകരൻ സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിന്റെ വിശദീകരണം തേടി. തൃശൂർ MP സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിസഭാ അംഗത്വം സംബന്ധിച്ച അനിശ്ചിതത്വത്തിന് അറുതി. മന്ത്രിസ്ഥാനത്ത് തുടരുമെന്ന് സുരേഷ് ഗോപി. സഹമന്ത്രിസ്ഥാനം നൽകിയതിൽ ഇടഞ്ഞ സുരേഷ് ഗോപിയെ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അനുനയിപ്പിച്ച് കേരള നേതാക്കൾ. മോദി മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്ന് എക്സിൽ കുറിച്ച് സുരേഷ് ഗോപി. തൃശൂർ, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ പരാജയം. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിവെച്ചു. KPCC നിർദ്ദേശപ്രകാരമായിരുന്നു രാജി. DCC ഓഫീസിൽ നടന്ന നേതൃയോഗത്തിനിടയിൽ നേതാക്കളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രവർത്തകർ. നേതാക്കൾക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സസ്പെൻഷൻ. ജോസിന്റെ രാജിയിൽ പൊട്ടിക്കരഞ്ഞ് വനിതാ നേതാക്കൾ. കെ മുരളീധരന്റെ വിജയം തൃശൂരിനും മതേതര ഇന്ത്യക്കും അനിവാര്യമായിരുന്നുവെന്ന് മുൻ MLA അനിലക്കര. ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്നും അനിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം. സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച 25 സഹകരണ നഴ്സിംഗ് കോളേജുകളിൽ 1 വടക്കാഞ്ചേരിയിൽ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് കാത്തിരിക്കണം ഇനിയുമേറെ. മുണ്ടത്തിക്കോട് സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കാനിരുന്ന സ്ഥലമാണ് നഴ്സിംഗ് കോളേജിനായി മാറ്റിവെച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച പണം ലഭിക്കാത്തത് പ്രതിസന്ധി. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർശന നടപടിയുമായി സീറോ മലബാർ സഭ. സെന്റ് തോമസ് ദിനമായ ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ ശക്തമായ നടപടി. സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സർക്കുലർ പുറത്തിറക്കി. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രാദേശിക സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള വാദം കോൺഗ്രസിൽ ശക്തം. വരത്തി സ്ഥാനാർത്ഥിയായി വേണ്ടെന്ന് പോസ്റ്ററുകൾ. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പ്രചരണം. പോസ്റ്റർ CPM-ന്റെ രാഷ്ട്രീയ നാടകമാണെന്ന് കോൺഗ്രസ്. വടക്കാഞ്ചേരിയിൽ ഇനി ചലച്ചിത്ര ഉത്സവകാലം. സ്പന്ദനം ഫിലിം ഫെസ്റ്റിവൽ ജൂലൈ 5 മുതൽ 10 വരെ. പ്രഥമ ദിനം തമിഴ് സിനിമാ മേള. ചലച്ചിത്രോത്സവം വൻ വിജയമാക്കാൻ സംഘാടക സമിതിയുടെ ഊർജിത പ്രവർത്തനം. RLV രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ നൃത്താധ്യാപിക സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരായി ജാമ്യാപേക്ഷ നൽകണമെന്ന് കോടതി. സത്യഭാമയ്ക്ക് കുരുക്ക്.